ക്ഷേത്രത്തിലെ വസ്ത്രധാരണ വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും ശിവഗിരി മഠത്തെയും കടന്നാക്രമിച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഇതര മതവിഭാഗങ്ങളിലെ നടപടിക്രമങ്ങളെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കും ശിവഗിരി മഠത്തിനും ധൈര്യമുണ്ടോ എന്ന് ജി സുകുമാരൻ നായർ ചോദിച്ചു. കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരം മാറ്റണമെന്ന് പറയാൻ ഇവരാരാണെന്നും NSS ജനറൽ സെക്രട്ടറി ചോദിച്ചു. ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രൈസ്തവ മതക്കാരുണ്ട്, മുസ്ലിം സമുദായങ്ങൾക്കുണ്ട്. വസ്ത്രധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒന്നും ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? കാലാകാലങ്ങളിലായി നിന്നു പോകുന്ന ആചാരക്രമങ്ങളെപ്പറ്റി അത് മാറ്റിമറിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആരാ ഇത് പറയാൻ? ഇത് മനുഷ്യൻ്റെ വിശ്വാസികളുടെ അവകാശമല്ലേ? മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഓരോ ക്ഷേത്രങ്ങളുടെയും അനുഷ്ഠാന കർമ്മങ്ങൾക്ക് വിഘ്നം വരാത്ത രീതിയിൽ ഉടുപ്പിട്ടാണേലും ഉടുപ്പിട്ടില്ലേലും പോകാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി. മനീഷ്, മേൽവസ്ത്ര വിവാദത്തിൽ ശിവഗിരിക്കും മുഖ്യമന്ത്രിക്കും രൂക്ഷ വിമർശനമാണോ ജി സുകുമാരൻ നായർ ഉന്നയിക്കുന്നത്? അനുജ, ഒരു പുരോഗമന ആശയം എന്ന തരത്തിലാണ് കേരളത്തിൽ ഈ തരത്തിലൊരു ചർച്ച ഉണ്ടാവുകയും ശിവഗിരി മഠം ഇങ്ങനെ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു രീതി വ്യവസ്ഥ മുന്നോട്ട് വെക്കുകയും മുഖ്യമന്ത്രി തന്നെ അതിനെ അനുകൂലിച്ച് രംഗത്തെത്തുകയും ചെയ്തു. കേരളത്തിൽ അത് വലിയ തരത്തിൽ അതിന് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വലിയ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിൽ എന്താണെങ്കിലും NSS അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥയുമായിട്ടോ അല്ലെങ്കിൽ ഒരു നമ്പൂതിരി പൂണൂലിട്ട് വരുന്നതിനെ തിരിച്ചറിയാനായിട്ടോ എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിന് നേരെ മാത്രം ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കടന്നു വരുന്നത്? ഇതര മതസ്ഥർ അല്ലെങ്കിൽ അത്തരം മതങ്ങളിൽ അവർക്കുമുണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങളും അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളും. അങ്ങനെ ഇതര മതസ്ഥരെ സംബന്ധിച്ച് അതിൽ ഇടപെടാൻ, അതിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ശിവഗിരി മഠത്തിനും എന്ന് ചോദിക്കുന്നു. ഏറ്റവും പ്രധാനമായ പോയിന്റുകളിൽ ഒന്ന്, ഇത്തരത്തിലൊരു സാമൂഹ്യ പരിഷ്കരണം കൊണ്ടുവരണം. ഹിന്ദു സമൂഹത്തിന്റെ ആകെ അഭിപ്രായം പറയാൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് കാണുമോ എന്ന് ചോദിക്കുന്ന, അങ്ങനെ ഒരു അധികാരം ഇവർക്ക് മാത്രം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ശിവഗിരി മഠത്തെ ഉദ്ദേശിച്ച് മാത്രമാണ്. SNDPയെയും ഒക്കെ തന്നെ അത് പരോക്ഷമായ വിമർശനമുണ്ട്. ഇത് സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ നാളെ എന്താണെങ്കിലും കണിച്ചുകുളങ്ങരയിൽ അത് സംബന്ധിച്ചൊരു മറുപടി നൽകുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും വലിയ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പരസ്യമായതിനെ പിന്തുണയ്ക്കെതിരായിരുന്നു. സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ഇത്ര താല്പര്യം? ഈ രാജ്യത്ത് ഹിന്ദു സമൂഹത്തിന്റെ മേൽ മാത്രം ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് വരുന്നു, കടന്നുകയറ്റങ്ങൾ വരുന്നു. അങ്ങനെ ഒരു പിടിവാശിയോട് നോക്കിക്കാണുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ശബരിമലയിലടക്കം വസ്ത്രം ധരിച്ചു കയറുന്നു. അത് അവിടുത്തെ അനുഷ്ഠാനമാണ്. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ അനുഷ്ഠാനമാണ്. ചില ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ട് മേൽവസ്ത്രം അണിഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തിൽ കയറുന്നു, മറ്റു ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അണിയാതെ കയറുന്നു. അത് ഓരോ ക്ഷേത്രത്തിന്റെ രീതിയാണ്. അണിയാതെ കയറുന്ന ക്ഷേത്രത്തിൽ അങ്ങനെ കയറണം, അണിഞ്ഞു കയറുന്ന ക്ഷേത്രത്തിൽ അതേ രീതിയിൽ കയറണം എന്നത് തന്നെയാണ് NSSന്റെ അഭിപ്രായം എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ അഭിപ്രായ ഒരു വലിയ വിവാദത്തിന് കൂടി വഴിവെക്കുകയാണ്. ഈ രീതിയിൽ മന്നം ജയന്തിയുടെ പരിപാടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആവശ്യമായി ഹിന്ദു സമൂഹത്തിന് ഒട്ടാകെ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്ന രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ജി സുകുമാരൻ നായർ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അനുജ, അതാണ് മേൽവസ്ത്ര വിഷയത്തിൽ NSSന്റെ നിലപാട്.